Hi dears, welcome back to our channel Arus Mom. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗാർഡനിങ് വീഡിയോയോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോ ബോട്ടിൽ ആർട്ടോ ഒന്നും ആയിട്ടല്ല. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എത്ര അറിയത്തില്ലാത്ത ആൾക്കാർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്റർ യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഓവൻ ഇല്ല, പിന്നെ എൻ്റെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പില്ല, പിന്നെ കേക്ക് ടീനോ അങ്ങനെ സാധനങ്ങൾ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. ഞാൻ കുക്കർ യൂസ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുകയാണ്. അതിനുശേഷം ഇട്ടതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ടിൻ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. വിസിൽ മാറ്റിയതിന് ശേഷം ഈ കുക്കറിൻ്റെ അടപ്പും അടച്ച് ഞാൻ അതിൻ്റെ ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം വെക്കുകയാണ്. ഇനിയാണ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഈ ഒരു ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. 20 രൂപേൻ്റെ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെറിയ പീസാക്കി നമ്മുടെ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതൊരു കുറച്ച് ബട്ടറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കട്ട പിടിക്കുന്ന പോലുണ്ട്. അതൊന്നും സാരമില്ല. നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തതെന്നും എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 4-5 സ്പൂണ് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കുക. തരിയൊക്കെ മാറ്റി ഇപ്പോൾ എൻ്റെ പഞ്ചസാരയിൽ ചെറിയ ചെറിയ കട്ടയായിട്ട് കാണാം. അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് ഞാൻ മുമ്പ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ പൊടിച്ച് വെച്ചതാണ്. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഞാനിതൊരു ബൗളിലോട്ട് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ 1 സ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു നുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒറ്റയടിക്കും ഒഴിച്ച് കുഴക്കരുത്. കുറച്ച് ആദ്യം ഒന്ന് ഒഴിക്കുക, അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പിന്നെയും അതിന് ബാക്കി ഒഴിക്കുക. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണോ അത് കുഴച്ചെടുക്കുന്നത് ആ സൈഡിലോട്ട് മാത്രമായിട്ട്, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കുഴച്ചെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വിനാഗിരി വളരെ നല്ലതാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് മാറ്റണം. ഇതേ ഒരു പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ബട്ടർ പേപ്പറും എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ഈ പാത്രത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിന് ചുറ്റും ഫുള്ളായിട്ട് ഇതിൽ എണ്ണ പുരട്ടി കൊടുക്കുക. നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഈ ബട്ടർ പേപ്പർ ഇതിൽ വെച്ച് കൊടുക്കുക. ഇനി ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട. ഒന്നെങ്കിൽ ഇങ്ങനെ എണ്ണ പുരട്ടിയതിന് ശേഷം അതിന് മേലെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ A4 ഷീറ്റ് പേപ്പർ ഇല്ലേ, വൈറ്റ് പേപ്പർ, അതിൽ ഫുള്ള് എണ്ണ തടവിയിട്ട് ഇതിൽ വെച്ച് കൊടുത്താലും മതി. ഇനി ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ കുക്കറൊക്കെ റെഡിയാക്കി അത് ചൂടാവാനൊക്കെ വെച്ചതുകൊണ്ട് ഇപ്പം നല്ല ചൂടായി നല്ല റെഡി ആയിരിപ്പുണ്ട്. ഇനി ഞാൻ നമ്മുടെ മാവ്
നമ്മൾ കേക്ക് ഉണ്ടാക്കേണ്ട മാവ് ഇതിലോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളരുത്, കാരണം നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ വിസിൽ മാറ്റിയതിന് ശേഷം നമ്മുടെ അടപ്പ് മൂടി വെക്കുക. അങ്ങനെ ഒരു 40 മിനിറ്റോളം ഇതേപോലെ തന്നെ ഇരിക്കട്ടെ. ആദ്യം ഒന്ന് കുറച്ച് സമയം നമ്മുടെ തീയ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് സിമ്മിലാക്കി വെക്കുക. എന്നിട്ടൊരു 40 മിനിറ്റ് അതേപോലെ തന്നെ ഇരിക്കട്ടെ. ആ സമയത്ത് നമ്മൾ ഇടയ്ക്ക് പോയി തുറന്നു നോക്കുക ഒന്നും ചെയ്യരുത്. തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് 40 മിനിറ്റ് അതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. നല്ല റെഡി ആയിട്ടുണ്ടാകും ആ സമയത്ത് കേക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് റെഡിയായോ എന്ന്, അതിൻ്റെ ഉള്ളിലൊക്കെ വെന്തോ നമുക്ക് നോക്കാം. അതിനിടെ ഞാൻ ഇതുപോലത്തെ ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പയ്യെ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കുത്തി ഇറക്കാം. അതിനുശേഷം എടുത്തു കഴിയുമ്പോൾ ഇതിലിങ്ങനെ അതിൻ്റെ മാവൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെന്തിട്ടില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ അത്തേലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കറി വെച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുക. നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് വെക്കുക. പിന്നെ കേക്ക് നമ്മൾ അപ്പോൾ തന്നെ കട്ട് ചെയ്യരുത്. അതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണാം നല്ല സോഫ്റ്റാണ്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോഴൊന്നും പൊടിഞ്ഞൊന്നും പോകുന്നില്ല, നന്നായിട്ട് ഇങ്ങനെ ചൂടൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുത്ത്. ഈസിയാണ്, ഭയങ്കര എളുപ്പമാണ്. ആദ്യമൊന്നും ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ, അതൊന്നും സാരമില്ല. ഒരു വട്ടം ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഈസിയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ഇടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിനി ഉണ്ടാക്കുമ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് ഇങ്ങനെ ഓരോ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കില്ലേ, ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ബോട്ടിൽ ആർട്ടും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുക്കിംഗ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇപ്പം പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.